അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ മെൻ ആൻഡ് വുമൻ ആഫ്റ്റർ 50s എടുക്കേണ്ട എസെൻഷ്യലായിട്ടുള്ള സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അഡൾട്ട് മൾട്ടിവൈറ്റമിൻ. ഇതിനകത്ത് എല്ലാ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു സർട്ടൻ പോർഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് റെലവൻ്റ് അല്ല. നമ്മൾ ആഡഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ സപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമുക്ക് എസെൻഷ്യലായിട്ടുള്ള അയൺ, മെഗ്നീഷ്യം, പിന്നെ B12, വൈറ്റമിൻ B1 ത്രൂ B12, ഫോളിക് ആസിഡ്, അങ്ങനത്തെ എല്ലാ എസെൻഷ്യൽ വൈറ്റമിൻസും ഉണ്ട്. ഇത് ഗമ്മി ഫോമിലാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ദിവസം ഒരു ഗമ്മി കഴിച്ചാൽ മതി. ഓക്കെ. സെക്കൻഡ് വണ് ഫിഷ് ഓയിൽ. ഫിഷ് ഓയിലിനകത്ത് omega-3 ഫാറ്റി ആസിഡ്, നാച്ചുറലായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും LDL, HDL അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു എസെൻഷ്യലാണ്. ഇത് സാമൺ കഴിക്കുന്നതിലും ചേട്ടൻ ഫിഷിനകത്തൊക്കെ ഇത് എസെൻഷ്യലായിട്ടുണ്ടെങ്കിലും ഇതൊരു സപ്ലിമെൻ്റ് വൈകിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഏത് ബ്രാൻഡായാലും ഓക്കെയാണ്. ഇത് നേച്ചർ മെയ്ഡിൻ്റെയാണ്. ഇതും ഗമ്മിയിലാണ് വരുന്നത്. സോ ഉറങ്ങുന്നതിന് മുമ്പ് ഒരെണ്ണം കഴിക്കാം. സ്വാളോ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനൊരു ഫിഷി ടേസ്റ്റ് ഉണ്ട്, ഒരു ആഫ്റ്റർ ബ്രത്ത് ഒക്കെ ഒരു ഫിഷിൻ്റെ ഇത് വരും. ഈ ബ്രാൻഡിന് എന്തായാലും അങ്ങനൊരു സൈഡ് എഫക്റ്റ് ഇല്ല കേട്ടോ. നേച്ചർ മെയ്ഡ് ഫിഷ് ഓയിൽ ഗമ്മി ഇതിൽ കിട്ടും. ഇതിനകത്ത് 90 ഗമ്മീസ് ഉണ്ട്. അത് ഒരെണ്ണം ഒരു ദിവസം വെച്ച് നമുക്ക് എടുക്കാം. പിന്നീട് മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇത് നമ്മുടെ മയോകാർഡിയൽ പെർഫ്യൂഷനെ ഇൻക്രീസ് ചെയ്തിട്ട് മയോകാർഡിയൽ മസിൽസിനെ റിലാക്സ് ചെയ്യും. അപ്പം ഹൈപ്പർ ടെൻഷനൊക്കെ അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർക്കൊക്കെ, ഹൈപ്പർട്രോഫി വരുന്നവർക്ക് ഈ മഗ്നീഷ്യം ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് അവരുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇത് ആൻറ്റി ഹൈപ്പർടെൻസീവ് അല്ല, പക്ഷേ ഈ മഗ്നീഷ്യത്തിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഉപയോഗം കൈകാലിലൊക്കെയുള്ള ഞരമ്പ് വേദന, നംനെസ്, ടിംഗ്ലിംഗ് എന്നൊക്കെ പറയുന്നതിനകത്ത് അതിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും മഗ്നീഷ്യം സപ്ലിമെൻറ്റ്. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഹൈ ബ്ലഡ് പ്രഷറായിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ മഗ്നീഷ്യം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കുറവായിരിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അത് ഇനഫില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം. ഇതും നേച്ചർ മെയ്ഡിൻ്റെയാണ്. സാംസ്, കോസ്കോ, വാൾമാർട്ട് അങ്ങനത്തെ ഹോൾസെയിൽ സ്റ്റോറിലൊക്കെ ഇത് നമുക്ക് അവൈലബിൾ. പിന്നീട് വൈറ്റമിൻ D3. മെനോപോസ് ഒക്കെ കഴിയുന്നവർക്ക് കാൽസ്യം, വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിനൊക്കെ ഉള്ള വേദന, ജോയിൻറ്റ് പെയിന്, മസിൽസ് ഏക്സ് ആൻഡ് ക്രാംസ്, വൈറ്റമിൻ ഡിയെ കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണിത്, വൈറ്റമിൻ D3. ഇതും നേച്ചർ മെയ്ഡിൻ്റെ. ഇത് ക്യാപ്സ്യൂൾ, നമ്മുടെ ഒരു യെല്ലോ ക്യാപ്സ്യൂളിൽ ഇങ്ങനെ വരും. അത് നമുക്ക് എവറി ഡേ നമുക്ക് സ്വാളോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എസെൻഷ്യലായിട്ടുള്ള ഒരു പുതിയ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് വൈറ്റമിൻ ഇ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെനോപോസൊക്കെ കഴിയുമ്പം ഹെയർ ലോസ്, ഹെയർ തിന്നിങ്, നമ്മുടെ സ്കിന്നിനൊക്കെ വരുമ്പോൾ അതൊരു പിഗ്മെൻറ്റേഷൻ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഇത് എവറി ഡേ വൈറ്റമിൻ ഇ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയും ഇയും രാവിലെ വേണം കഴിക്കാൻ. ഇത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ലോങ്കർ ടൈം ഇത് അബ്സോർബ് ചെയ്ത് പോകാൻ. അപ്പോൾ ആസിഡ് റീഫ്ലക്സ് ഉള്ളവർക്ക് ഇത് നെഞ്ചരിവ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിത് കഴിക്കണം കേട്ടോ. അപ്പോൾ എവറി ഡേ നമുക്കിത് കഴിക്കാം. ഇതിൻ്റെ ലെവലൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഏജ് ചെയ്യും തോറും അബ്സോർപ്ഷൻ ഈസ് വെരി മിനിമൽ. നമ്മൾ നാച്ചുറലായിട്ട് എടുക്കുന്ന ഫുഡിലുള്ള അബ്സോർപ്ഷൻ മിനിമൽ ആയതുകൊണ്ട് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്ലിമെൻറ്റാണ്. പലർക്കും ഇത് അറിയായിരിക്കും. പക്ഷെ നമ്മൾ എവറി ഡേ നമ്മളിപ്പോൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ആ ചായ ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മറക്കത്തില്ല. കോഫി കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കോഫി മേക്കറിൻ്റെ അടുത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ മറക്കത്തില്ല. ഈവനിങ്ങിലൊക്കെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചിരുന്നാൽ മതി. ആ നൈറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തിരുന്ന് ഇതും കഴിച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഡിയും ഇയും അല്ല, മറ്റ് വൈറ്റമിൻസ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ എവറി ഡേ ട്രൈ ചെയ്യണം കേട്ടോ.